നല്ല സോഫ്റ്റ് ഇഡലിയാണ്. പുളിച്ചിട്ടിടുന്നത് നല്ല റെഡ് കളറാവും. ഇത് നല്ല റെഡ് കളറാവും. നമുക്ക് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറയാം. എന്താ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പോൾ ദിയക്കുട്ടി സ്കൂളിൽ പോയി, കുഞ്ഞുവാവ ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങണ ആ ഗ്യാപ്പിൽ ഞാൻ ഫുഡ് കഴിക്കണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ ഫുഡ് കഴിക്കാൻ എണീറ്റാലോ അല്ലെങ്കിൽ ഞാൻ എപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നാലും അപ്പം അവൻ എഴുന്നേക്കും. ഇപ്പോൾ എഴുന്നേക്കോ ഇല്ലോ എന്നുള്ളത് നോക്കാം. പ്ലേറ്റ് എടുത്തിട്ടുണ്ടതാ, സാമ്പാർ ഇരിപ്പുണ്ട്, കാണുന്നുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇഡലിയാണ് കേട്ടോ. ഇഡലി, പിന്നെ അതുപോലെ തന്നെ സാമ്പാറും ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് കഴിക്കാം. കുഞ്ഞുറങ്ങുന്ന ഗ്യാപ്പിൽ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അവൻ എഴുന്നേറ്റാൽ പിന്നെ പണിയാണത്, കഴിക്കലൊക്കെ നടക്കത്തില്ല. അപ്പോൾ അവൻ ഉറങ്ങണ ഗ്യാപ്പിൽ ഞാൻ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഓർത്തത്, ഓക്കെ എന്നാൽ രാവിലെ ഫുഡ് കഴിക്കണ വീഡിയോ അങ്ങോട്ട് എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ 2 ഇഡലി. പണ്ട് ഡയറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡയറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ. കുറച്ച് സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോരം വേണേലും കഴിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ സാമ്പാർ? ഇഡ്ഡലിയുടെ കൂടെ എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. എനിക്കിഷ്ടം സാമ്പാറാണ്. ഇത് ഉണ്ടാക്കിയപ്പം കുക്കറിൽ ഇങ്ങനെ തെറിച്ചാണ് കേട്ടോ. വാഷ് ചെയ്തൊക്കെ വെക്കും. ഇനി 3 ഇഡലി ബാക്കിയുണ്ട്. ഇത് ദിയമോള് വൈകുന്നേരം വരുമ്പോൾ അവൾക്ക് കൊടുക്കും. അപ്പോൾ ഫുഡ് കഴിക്കാം. എനിക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ പുറത്തിരുന്ന് ഫുഡ് കഴിക്കാം. ബോൾട്ടൻ ഇവിടെ കിടന്ന് ഉറക്കമാണ്. ഈ പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന പ്രത്യേക ഒരു വൈബാണ്. വായി നോക്കിക്കൊണ്ട് കഴിക്കും. ഇവിടെ വായി നോക്കാനായിട്ട് ഈ ബോൾട്ടൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ് കേട്ടോ. പട്ടിക്കുട്ടിയല്ല, പട്ടിയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ പുറത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വായോ. നിങ്ങൾ എന്തായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കമൻറ്റ് ചെയ്യൂ. എനിക്കിന്ന് എന്താണ്, ഇഡ്ഡലി സാമ്പാർ. അപ്പോൾ അത് കഴിക്കട്ടെ. ദിയക്കുട്ടിയെ സ്കൂളിൽ വിട്ടത് കൊണ്ടിട്ട് ഇന്ന് അനക്കമൊന്നുമില്ല. ഇന്നലെ പുള്ളിക്കാരി പോയില്ലായിരുന്നു. അപ്പോൾ പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. അതായത് കാറ്റൊക്കെ കൊണ്ട്, പിന്നെന്താണ്, വായി നോക്കി. ഇവിടെ വായി നോക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പുറത്തിരുന്ന് ഫുഡ് കഴിക്കുക. വിളിച്ചിട്ടുള്ളത് ഇഡലി നല്ല സോഫ്റ്റാണ്. ഈ ഇഡലി നല്ല സോഫ്റ്റ് ആകാനായിട്ടൊരു ടിപ്പുണ്ട് കേട്ടോ. നമ്മുടെ റേഷനരി ഉണ്ടല്ലോ, നല്ല വെള്ള റേഷനരി, അതിൻ്റെ ചോറ് നമ്മൾ അരക്കുന്ന ഉഴുന്നും അരിയും അരക്കത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിട്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലി കിട്ടും. അപ്പം ഞാനങ്ങനെ ചെയ്യാറുണ്ട്. കുത്തരി ചേർക്കരുത്, ചാക്കരി ചേർക്കാം. നല്ല സോഫ്റ്റാണ്. അതുപോലെ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു രുചിയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഉഴുന്നല്ല, നമ്മുടെ ഉലുവ, കുറച്ച് ഉലുവ ഇട്ടിട്ട്, ഉലുവയും കൂടി വെള്ളത്തിട്ട് കുതിർത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടുള്ള ദോശ കിട്ടും. അപ്പോൾ ഇത് കുറേശ്ശെ ഇങ്ങനെ എടുത്ത് നാളെ ഇനി എന്തുണ്ടാക്കും എന്നിങ്ങനെ വിചാരിച്ചിരിക്കാം. ഓരോ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ ഭയങ്കര ചടങ്ങാണ്. ദിയക്കുട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് സ്കൂളിൽ. അവൾക്ക് പച്ചക്കറിയൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കൊടുത്തു വിടും. പിന്നെ ചോറ് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ മോര് കൂട്ടാൻ ഇഷ്ടമാണ്. മോരും പപ്പടവും കൊടുത്തു വിടും. അങ്ങനെയാണ് അവൾ കഴിക്കുന്നത്. നല്ല സോഫ്റ്റ് ഇഡലിയാണ്. ഞാൻ കുറേ സാമ്പാർ എടുക്കും കേട്ടോ. എനിക്ക് കുറേ സാമ്പാർ വേണം. ഇതിപ്പോൾ ഇച്ചിരി എടുത്തിട്ടുള്ളൂ. വീഡിയോ എടുക്കണോണ്ട് ഇച്ചിരി എടുത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ ഇത്രയും സാമ്പാർ കഴിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സാമ്പാർ എടുത്തുള്ളൂ. ഞാൻ നല്ലപോലെ സാമ്പാറിൽ മുക്കിയാണ് കഴിക്കുന്നത്. എനിക്കിഷ്ടമാണ്. നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പാത്രം കഴുക്കാണ്. എൻ്റെ തല കാണുന്നുണ്ടോ? വീഡിയോ പിടിച്ചവർ ആരുമില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്ന വീഡിയോ. അപ്പോൾ എൻ്റെ തല കാണത്തില്ല. ഇപ്പോൾ കുറച്ച് പാത്രമുണ്ട്. അപ്പോൾ ഇത് കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പം
ഉച്ചയ്ക്കലത്തേക്ക് കറിക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണേ. ഇത് നമ്മൾ ബക്കറ്റിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതെടുത്തിട്ടാണ് നമ്മൾ പാത്രം കഴുകുന്നത്. ദിയക്കുട്ടി സ്കൂളിൽ പോയത് കൊണ്ടിട്ട് എൻ്റെ പണിയൊക്കെ വേഗം നടക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവൾ കുഞ്ഞിനെ എണീപ്പിച്ചിട്ട് എന്താ പറയുക, ഭയങ്കര പ്രശ്നമായിരിക്കും. കുഞ്ഞിനെ ഉറക്കത്തില്ല അവൾ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മൂത്ത കുഞ്ഞുണ്ടെങ്കിൽ ഇളയ കുഞ്ഞിനെ ശല്യം ചെയ്യുമോ? അതുപോലെ ഉപദ്രവിക്കും. എൻ്റെ മോള് ചെറുതായിട്ട് ഉപദ്രവമല്ല, ഈ സ്നേഹം കൂടുമ്പോൾ പിടിച്ചിട്ട് അമുക്കുന്നതാണ് അവൾക്ക് സ്നേഹിക്കാനായിട്ട് അങ്ങനെ അറിയുള്ളൂ. നമ്മളെ വലിയ ആൾക്കാരെ നമ്മളെ ആണെങ്കിലും അവൾ ഉമ്മ വയ്ക്കുവാണെങ്കിൽ തന്നെ ഭയങ്കര ഫോഴ്സിൽ അവൾ ഉമ്മ വയ്ക്കും. അങ്ങനെയാണ്, സ്നേഹം കൂടുതലാണ്, ഭയങ്കരമായിട്ട് കുഞ്ഞാരം കൂടുതലാണ് മൂത്ത കുട്ടിക്ക്. അതിൻ്റേതായ എല്ലാ കുറുമ്പും അവൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ കൺമണി ആയതുകൊണ്ട് നമ്മൾ അത്രയും കൊഞ്ചിച്ചായിരിക്കുമല്ലോ വളർത്തുന്നത്. അപ്പം അതിൻ്റേതായ കുറുമ്പുകളൊക്കെ അവൾക്കുണ്ട്. പിന്നെ 4 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അവളെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അവൾ എൻ്റെ ഡിറ്റോ ക്യാരക്ടറാണ്. കുറച്ച് ടെററാണ്. ഞാൻ കുറച്ച് ടെററാണ് സത്യം പറഞ്ഞാൽ. ടെററെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പാവമായിട്ടൊന്നും നിൽക്കത്തില്ല, സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കും. അപ്പോൾ എല്ലാവരും പറയും ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്. അഹങ്കാരം അല്ല, നമ്മൾ ഈ പാവമായിട്ട് നിൽക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കയറും. അപ്പം അതിനിടവരുത്തരുത്, സ്പോട്ടിൽ അങ്ങ് പറഞ്ഞേക്കണം. അത് പിന്നെ അവർ നമ്മുടെ അടുത്ത് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ അഹങ്കാരിയാണ് എന്നൊക്കെ പറയണവരുടെ അടുത്ത് എനിക്കിതേ പറയാനുള്ളൂ. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇല്ല. എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ്? എനിക്കാരും ചിലവിന് കൊണ്ട് തരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ആരെയും പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. രാവിലെ ഇഡലി ഉണ്ടാക്കിയതിൻ്റെ ഇത് ഫുൾ ഇതിൽ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇല്ല. അതായത് നമ്മൾ എന്താ പറയുക, നാട്ടുകാരാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും നമ്മൾ നന്നാവുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. നമ്മൾ നന്നാവുന്ന ഇഷ്ടമുള്ള 2 വ്യക്തികളെന്ന് പറയുന്നത് നമ്മുടെ പാരൻസാണ്. അവർ മാത്രമേ നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉയരുന്നതിൽ മനസ്സുകൊണ്ട് അവർ സന്തോഷിക്കത്തുള്ളൂ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പുറമേ അവർ ചിരിച്ച് ആണോ, ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ, നിനക്ക് നല്ലതേ വരുള്ളൂ അല്ലേ എപ്പോഴും, അങ്ങനെ പറഞ്ഞിട്ട് മാറി നിന്നിട്ട് എന്ത് പറയും? അല്ലെങ്കിൽ മാറി നിന്നിട്ട് അവരെന്താ കാണിക്കുക അല്ലേ? വേറെ അല്ലേ കാണിക്കുക? എൻ്റെ അനുഭവം, എൻ്റെ ലൈഫിലുള്ള അനുഭവം അതാ കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരാളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ ആരും ജീവിക്കരുത്. നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുക അത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പണ്ട് ഞാൻ കുറച്ചങ്ങ് പാവമായപ്പോഴേക്കും എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായിപ്പോയി. ഇപ്പം ഞാൻ കുറച്ചങ്ങ് ടെററായപ്പോൾ കുറേയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പാവമായിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും നമ്മൾ പറയണം. അപ്പോൾ എൻ്റെ പാത്രം കഴുകൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് കറി വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. എൻ്റെ മുഖം കണ്ടോ നിങ്ങൾ? വീഡിയോ എടുത്തവർ ആരുമില്ല ഗൈസ്, അതുകൊണ്ടാണ്. പാത്രം കഴുകി കഴിഞ്ഞേ. ഞാൻ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇതാണ് കേട്ടോ, കണ്ടോ? ഇത് നല്ല സ്മെല്ലാണ്. ഇത് നമ്മൾ കലക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി. നല്ല പതയാണ്, നല്ല ഇതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. പണ്ട് മുതലേ ഇവിടെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ്. പിന്നെ ഞാൻ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ആയോ എന്തോ. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരട്ടെ നിങ്ങളെ. ഇത് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്യാക്ക് ഫ്രൂട്ട് വീട്ടിലുണ്ടാവുന്നതാണ്. ഇത് ഇനി നല്ല റെഡ് കളറാവും. നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ. അതിൻ്റെ ഇല ഞാൻ കാണിച്ചു തരാം. ഇത് അതിൻ്റെ ഇലയാണ്, കണ്ടോ? കാട് പോലെ ഉണ്ടായിരുന്നു ഇവിടെ, എന്നിട്ട് അത് വെട്ടിക്കളഞ്ഞതാണ്. കുളിപ്പിക്കുന്ന പാലയാണിത്. ഇതിൽ എന്താ യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കുളിപ്പിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ഇതാണ്.
നാൽപ്പാമരാതി കേരതൈലം. ഇത് വെച്ചിട്ടാണ് ഇത് ഞാൻ ദേഹത്ത് തേക്കും. അപ്പോൾ ഇതിനൊരു മഞ്ഞ കളറാണ്. ഇത് നല്ലതാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് കോഗ്നോസി പഠിച്ചവർക്ക് മനസ്സിലാവും. ഞാനിതിൻ്റെ ഇത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഇതാണ് അതിലടങ്ങിയിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാവും. കുഞ്ഞിന് അവൻ്റെ തലയിൽ തേക്കുന്നത് ഇത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. തലയിൽ തേക്കും, മറ്റേത് ഇത് ദേഹത്ത് തേക്കും. നാൽപ്പാമരാതി പുറത്തെടുത്താണ് കുളിപ്പിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് കുളിപ്പിക്കും. ഇത് നമ്മുടെ ഹിമാലയയുടെ സോപ്പ്, ഇത് വെച്ചിട്ട് അവനെ ഞാൻ കുളിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുളിപ്പിക്കുന്ന കാര്യം പറയാൻ വന്നതല്ല, വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായി എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇല്ല, ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 51 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതാവട്ടെ, ആയിട്ട് വന്നിട്ട് തുണിയെടുത്ത് വിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കല്ലേ ഗൈസ്. ലൈക്ക് ചെയ്യണം പ്ലീസ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം പ്ലീസ്. ദയവ് ചെയ്ത് കമൻറ്റും കൂടി ചെയ്യട്ടോ. ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.